വെൽക്കം. തഹ്നാനാണ്. ഹെമറ്റോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എറിത്രോപോയ്സിസ് എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. സോ നമ്മൾ ഇതിൽ പറയുന്നത് ഇതിന്റെ പ്രോസസ് ഓഫ് എറിത്രോപോയ്സിസ് എന്തൊക്കെയാണെന്ന് പറയണം, പ്രോസസ് പറയണം, ദെൻ സൈറ്റ്സ് എവിടെ വെച്ചെല്ലാമാണ് നടക്കുക എന്ന് പറയണം, ആൻഡ് ഓൾസോ ഹൗ ഇറ്റ് ഈസ് റെഗുലേറ്റ്, എങ്ങനെയാണ് ഇത് റെഗുലേഷൻ. സോ ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മൾ പറയുക എറിത്രോപോയ്സിസിനെ പറ്റി. എറിത്രോപോയ്സിസ് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ഹീമോപോയ്സിസ് എന്ന് കൂടി പറയേണ്ടി വരും. ഹീമോപോയ്സിസ് സെയിം തന്നെ, അല്ലെങ്കിൽ മറ്റൊരു പേര് ഹെമറ്റോപോയ്സിസ് എന്നും വിളിക്കാം. ഹെമറ്റോപോയ്സിസ്. സോ ഹീമോപോയ്സിസ് ആൻഡ് ഹെമറ്റോപോയ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിനകത്ത് നമുക്ക് 2 കാര്യങ്ങളുണ്ടെന്ന് അറിയാം. ഒന്ന് ഫോംഡ് എലമെന്റ്, 2 പ്ലാസ്മ. ഈ ഫോംഡ് എലമെന്റ്സ് മൊത്തം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഹെമറ്റോപോയ്സിസ് എന്ന് പറയും. സോ ഹെമറ്റോപോയ്സിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഓൾ ദീസ് ബ്ലഡ് സെൽസ്, എല്ലാത്തരം ബ്ലഡ് സെൽസ്, അത് RBC മാത്രമല്ല WBC, പ്ലേറ്റ്ലെറ്റ്സ് ഉൾപ്പെടെ എല്ലാം ഉണ്ടാകുന്നതിന്റെ ഫോർമേഷൻ, ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ, അതിനെയാണ് നമ്മൾ ഹെമറ്റോപോയ്സിസ് എന്നോ ഹീമോപോയ്സിസ് എന്നോ പറയും. സോ ഇതിൽ RBC മാത്രം ഉണ്ടാകുന്നതാണ് എറിത്രോപോയ്സിസ്. സോ RBC ഉണ്ടാകുന്നതിനെ നമ്മൾ എറിത്രോപോയ്സിസ് എന്ന് പറയും. അപ്പോൾ WBC ഉണ്ടാകുന്നതിനെ നമ്മൾ WBC ആണല്ലോ, ല്യൂക്കോപോയ്സിസ് എന്ന് വിളിക്കും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നതിനെ നമ്മൾ ത്രോംബോപോയ്സിസ്, ത്രോംബോ എന്ന് എഴുതുക, പോയ്സിസ്. സോ ഇവിടെ എല്ലാത്തിന്റെയും കോമൺ സ്റ്റെപ്സ് ഒരുപാടുണ്ട്. ആദ്യം ഉണ്ടായി വരുന്ന ഒരു സെല്ല് വരെ മിക്കവാറും കോമൺ സ്റ്റെപ്സ് ഉണ്ട്. നമ്മളിവിടെ എറിത്രോപോയ്സിസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്കും പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് എത്തും. പ്രോ എറിത്രോബ്ലാസ്റ്റ്, അവിടെ മുതലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് എറിത്രോപോയ്സിസിൽ ഡിസ്ക്രൈബ് ചെയ്യുക. പക്ഷെ നമുക്ക് ആദ്യം ഫസ്റ്റ് തൊട്ട് പറയേണ്ടി വരും. സോ വി വിൽ ഡിസ്ക്രൈബ് ഫസ്റ്റ് ആൻഡ് ദെൻ പ്രോ എറിത്രോബ്ലാസ്റ്റ് മുതൽ ഉള്ള സംഭവങ്ങളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കും. സോ എല്ലാത്തിന്റെയും ആദ്യഘട്ടങ്ങൾ ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ പ്രത്യേക ഘട്ടങ്ങളിൽ വെച്ചിട്ട് അവ പലതായിട്ട് മാറുകയായിരിക്കും ചെയ്യുക. സോ അപ്പൊ ആദ്യം നമുക്ക് എന്തുമാവാൻ കഴിയുന്ന കുറച്ച് സെൽസ് വേണം. അതിനെ നമുക്ക് ടോട്ടിപൊട്ടന്റ് സെൽ എന്ന് വിളിക്കും. ടോട്ടിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്നാണ് വിളിക്കുക. എന്തുമാകാൻ കഴിയുന്ന സെല്ലുകളെല്ലാം നമുക്ക് സ്റ്റെം സെൽസ് എന്ന പേരിലായിരിക്കും നമ്മൾ പറയാം, സ്റ്റെം സെൽ. സോ ഇതിൽ നിന്ന് അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് ആയിട്ട് മാറും. കമ്മിറ്റഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ആകുക എന്നാണ്. അൺകമ്മിറ്റഡ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആകാൻ ഇല്ല, എന്തുമാകാവുന്ന പ്ലൂറിപൊട്ടന്റ് എന്ന് വെച്ചാൽ ടോട്ടിപൊട്ടന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് പറയാം. സോ ഇതിന് നമ്മൾ PUSC എന്നായിരിക്കും പല ബുക്കുകളിലും കാണുക, പ്ലൂറിപൊട്ടന്റ് അൺകമ്മിറ്റഡ് സ്റ്റെം സെൽസ്. ഇപ്പൊ ഞാൻ ഇത് പല ബുക്കുകളിലും പല പേരുകളിലൊക്കെ ആയിരിക്കും അറിയപ്പെടുക. സോ ഞാൻ ഇവിടെ എടുക്കുന്നത് ഗൈറ്റൺ ആണ്. ഗൈറ്റൺ ആണ് മിക്കവാറും എല്ലാവരും പഠിപ്പിക്കുന്നത്. ഗൈറ്റൺ വെച്ചിട്ടായിരിക്കണമെന്നില്ല, പക്ഷെ എല്ലാ അധ്യാപകരും മിക്കവാറും ഗൈറ്റൺ റെഫർ ചെയ്തിട്ടായിരിക്കും പോവുക. സോ ഗൈറ്റണിലെ പേര് പറയാം, അതായിരിക്കുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലാകും. സോ അത് മൾട്ടിപൊട്ടന്റ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുക മൾട്ടിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. സോ മൾട്ടിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസ് ഓർ PUSC ഓർ അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് എല്ലാം സെയിം തന്നെയാണ്. സോ ഇതിൽ നിന്ന് എല്ലാത്തരം ബ്ലഡ് സെൽസ് ഉണ്ടാവുക. സോ ബ്ലഡ് സെൽസ് എല്ലാം ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ്. ഫ്രം ദിസ് ഓൾ ദ ബ്ലഡ് സെൽസ് വിൽ ബി ഫോം. അപ്പൊ ഇതിനെ നമ്മൾ ഹീമോസൈറ്റോബ്ലാസ്റ്റ് സെൽ എന്നും വിളിക്കാറുണ്ട്. ഹീമോ സൈറ്റോ സെൽ, സൈറ്റോ മീൻസ് സെൽ, ബ്ലാസ്റ്റ് മീൻസ് ഡിവൈഡിങ്, കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസിനെയാണ് ബ്ലാസ്റ്റ് എന്ന് വിളിക്കും. സോ ബ്ലാസ്റ്റ് സെൽസ് എന്നും വിളിക്കാം. സോ പല പേരുകൾ ആണ് പല ബുക്കുകളിൽ. സോ ഇതിൽ നിന്ന് മൾട്ടിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസിൽ നിന്ന് 2 തരം സെൽസ് ആണ് ഉണ്ടാവും. ഇനി തൊട്ടാണ് ബ്ലഡ് സെൽസ് ആരംഭിക്കുന്നത്. ഇവിടെ തൊട്ടാണ് ബ്ലഡ് സെൽ. സോ 2 തരം സെൽ. ഒന്ന് കോളനി ഫോമിംഗ് യൂണിറ്റ്, ഓക്കെ, CFU, S ഫോർ സ്പ്ലീൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുക. കോളനി ഫോമിംഗ് യൂണിറ്റ്, സ്പ്ലീൻ. രണ്ടാമത്തത് ഉണ്ടാകുന്നത് ലിംഫോയിഡ് സ്റ്റെം സെൽസ്, CLL. സോ ഇത് കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ബിക്കോസ് ഇവിടെ പേര് തന്നെ നോക്കി അറിയാം. ഇതിൽ നിന്ന് ഇനി ഉണ്ടാവുക ലിംഫോസൈറ്റ്സ് മാത്രമായിരിക്കും ഉണ്ടാകുക. ഓൺലി ലിംഫോസൈറ്റ്സ് മാത്രം ഉണ്ടാകുന്ന സെൽസ് ആണ്. ഓൺലി ലിംഫോസൈറ്റ്സ് നമുക്കറിയാം വീണ്ടും പലതരം ഉണ്ട്. T ഉണ്ട്, B ഉണ്ട്. സോ അതൊക്കെ ആകാം, എങ്കിലും ലിംഫോയിഡ് മാത്രമായിരിക്കും ഇതിൽ നിന്ന് ഉണ്ടാവുക. സോ വൺ വേ ഈസ് ഫോർ ലിംഫോസൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള വഴിയാണ്. അടുത്തതാണ് ബാക്കി എല്ലാം ആകാവുന്ന സെല്ലുകൾ. അതിനെ നമ്മൾക്ക് കോളനി ഫോമിംഗ് യൂണിറ്റ് S എന്ന് വിളിക്കാം. ആൻഡ് ഇതിൽ നിന്ന് 3 തരം സെൽസ് ഉണ്ടാകും. 3 തരം സെൽ.
ഒന്ന് CFU തന്നെയാണ്, കോളനി ഫോമിംഗ് യൂണിറ്റ്. B ആണ്, B ഫോർ ബ്ലാസ്റ്റ് എന്നായിരിക്കും പറയാം. ആൻഡ് രണ്ടാമത്തെ കോളനി ഫോമിംഗ് യൂണിറ്റ് GM, G ഫോർ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ WBC ആണ്. M ഫോർ മോണോസൈറ്റ്, അതും WBC ആണ്. സോ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ് ആണ്. ആൻഡ് അടുത്തത് CFU തന്നെയാണ്. CFU വെറും M ആണ്, വെറും M ഫോർ മെഗാ കാരിയോസൈറ്റ്സ്. മെഗാ കാരിയോസൈറ്റ്സ് പേര് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്ലേറ്റ്ലെറ്റ്സ്. ഭാവിയിൽ ആകാവുന്ന സെല്ലുകളെയാണ് നമ്മൾ മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് എന്തായിരുന്നു? ഇത് WBC ആണ്, ഇത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. സോ അപ്പൊ ഇതായിരിക്കും നമ്മളുടെ RBC ആകുന്ന സെല്ലുകൾ. സോ അപ്പൊ ഇത്രയും ജനറൽ സ്റ്റെപ്പുകളാണ്. അപ്പൊ നമുക്കിനി ഓൺലി എറിത്രോപോയിസിസ് മാത്രം, എറിത്രോപോയിസിസ് മീൻസ് ഡെവലപ്മെന്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് RBC മാത്രം ആണ് ഇനി നമ്മൾ പറയാം. ഇതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ടത് ആദ്യം മൾട്ടിപൊട്ടന്റ് സ്റ്റെം സെൽസ്, ഓർ വേറെ പേര് PUSC, പോളിപൊട്ടന്റ് അൺകമ്മിറ്റഡ് സ്റ്റെം സെൽസ്. ഏതായാലും കുഴപ്പമില്ല, പല പേരുകൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് എന്തുണ്ടായിരുന്നു? അപ്പൊ CFUS ഉണ്ടായി. CFUSൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് CFUB ആയി. ഓക്കെ, ഇനി നമുക്ക് എത്തേണ്ടത് പ്രോ എറിത്രോബ്ലാസ്റ്റ് വരെയാണ്. ഇതിനിടയിൽ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. എങ്കിലും ഈ CFUB-നെ ചില ബുക്കുകളിൽ BFU എന്ന് കാണാം, ബ്ലാസ്റ്റ് ഫോമിംഗ് യൂണിറ്റ്സ് എന്നാണ് ഇത് പറയാം, ബ്ലാസ്റ്റ് ഫോമിംഗ് യൂണിറ്റ്. സോ CFUB മീൻസ് ബ്ലാസ്റ്റ് ഫോമിംഗ് യൂണിറ്റ്സ് തന്നെയാണ്. അതിൽ നിന്ന് വീണ്ടും CFU തന്നെ, CFU എറിത്രോയിഡ് ആകും, എറിത്രോയിഡ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പാണ് പ്രോ എറിത്രോബ്ലാസ്റ്റ്. സോ ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ പ്രയാണം അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സിൽ ആരംഭിക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് വേണം ഇങ്ങോട്ട് ചാടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇത് വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല. സോ ഇവിടെ 2 സ്റ്റെപ്പുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സോ ഇനിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുക. ആൻഡ് ഇവിടെ പ്രോ എറിത്രോബ്ലാസ്റ്റിൽ നിന്ന്, അത് നമുക്ക് ആദ്യം ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ പറയാം. പ്രോ എറിത്രോബ്ലാസ്റ്റിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് നോർമോബ്ലാസ്റ്റുകളാണ്. നോർമോബ്ലാസ്റ്റ്, ഇതിനിടയിൽ പല സ്റ്റെപ്പുകളുണ്ട്, ഞാൻ പ്രധാനപ്പെട്ട പേരുകൾ മാത്രമാണ്. നോർമോബ്ലാസ്റ്റ് ആകും, ദെൻ റെറ്റിക്കുലോസൈറ്റ് ആകും, റെറ്റിക്കുലോസൈറ്റ്സ്, ദെൻ പിന്നെ നമ്മളുടെ എറിത്രോസൈറ്റ്സ് ഓർ RBC. സോ 1, 2, 3, 4 ഇതിനിടയിൽ പല സ്റ്റെപ്പുകളുണ്ട്. 1, 2, 3 സ്റ്റെപ്പുകൾ ഇവിടെ നടക്കുന്നത്. സോ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, ദെൻ ഹൗ ഇറ്റ് ബിക്കംസ് എറിത്രോസൈറ്റ്. സോ പ്രധാനമായിട്ടും ഈ പ്രോ എറിത്രോബ്ലാസ്റ്റ് ടു എറിത്രോസൈറ്റ്, ഇവിടെ നിന്ന് പ്രോ എറിത്രോബ്ലാസ്റ്റ് ടു എറിത്രോസൈറ്റ്സിൽ നടക്കുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. 3 ഇമ്പോർട്ടന്റ് തിങ്സ്. ഒന്ന്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്തോറും സെൽ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് ഇത്ര ആയിരിക്കുമെങ്കിൽ ഇത്രയാകും, പിന്നെ ഇവിടെ ഇത്രയാകും, ഇവിടെ ഇത്രയാകും, ദെൻ ഇറ്റ് വിൽ ബിക്കം സ്മോൾ, വളരെ ചെറുതാകും. സെൽ സൈസ് ഈസ് പ്രോഗ്രസീവ്ലി ഡിക്രീസിങ്. സോ ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സോ 1, 2 രണ്ടാമത് നടക്കുന്നത് ന്യൂക്ലിയസ്, ഇതിനകത്തുള്ള ന്യൂക്ലിയസ്. സോ വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ ഇതിലെ ന്യൂക്ലിയസ് ഇത്ര ഉണ്ടായിരുന്നു ആയിരിക്കുക, അടുത്ത് എത്തുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് കുറച്ചും കൂടി ചെറുതായി, ഇങ്ങനെ ചെറുതായി ഇവിടെ എത്തുമ്പോഴത്തേക്കും റെറ്റിക്കുലോസൈറ്റ്സ് ആകുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് പുറത്തേക്ക് പോയി, ന്യൂക്ലിയസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക്. സോ ഇവിടെ എത്തുമ്പോൾ പുറത്തേക്ക് പോകും. അതിന് മുമ്പ് ഒരു ഡോട്ട് ലൈക്ക്. ഇവിടെ എത്തുമ്പോൾ നോ ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാതെ ആകുമ്പോൾ വേറെ കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ന്യൂക്ലിയസിന്റെ അത്രയും ഭാഗം സൈറ്റോപ്ലാസം കൂടി വലുതാവും. ആദ്യം വലിയ ന്യൂക്ലിയസ് ആണെങ്കിൽ സൈറ്റോപ്ലാസം കുറവായിരിക്കും, പിന്നെ സൈറ്റോപ്ലാസത്തിന്റെ എമൗണ്ട് കൂടി വരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നടക്കുന്നത്, ഇതിനകത്ത് ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഉണ്ടാകും. സോ ഇവിടെ നിന്ന് ഹീമോഗ്ലോബിൻ കാണാൻ പറ്റില്ല, ഇവിടെ ഒരു ഹീമോഗ്ലോബിൻ കാണാൻ പറ്റില്ല, പക്ഷെ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഹീമോഗ്ലോബിൻ കാണാം. സോ ഇവിടെയും ഹീമോഗ്ലോബിൻ കാണും, ഇവിടെ ഫുള്ളായിട്ട് മെച്ചുവർ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ നമുക്ക് കാണാനായിട്ട്. പിന്നെ ഒരു മാറ്റം ഈ സെല്ലിന്റെ കളറിലാണ്. ആദ്യകാലങ്ങളിൽ നമുക്ക്, ഞാൻ കളർ പറയാം, ഇവിടെ ജസ്റ്റ് ബ്ലൂ കളർ ആയിരിക്കും, ഇവിടെ സൈറ്റോപ്ലാസം ബ്ലൂ കളർ ആയിരിക്കും, ഇവിടെ എത്തുമ്പോഴത്തേക്കും റെഡ് കളർ ആയിട്ട് മാറും. ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ റെഡ് കളർ ആയിട്ടുണ്ടാകും. എങ്കിലും അങ്ങനെ കളർ മാറുന്നതിന് സംതിങ് റിലേറ്റഡ് ടു ക്രോമോ എന്ന പേരുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കും. സോ ഇങ്ങനെയുള്ള 3 അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രോ എറിത്രോബ്ലാസ്റ്റ് ടു എറിത്രോസൈറ്റ് ആകുമ്പോൾ സംഭവിക്കുക. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. 4ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 5ാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. ഇവിടെ എത്തുമ്പോഴൊക്കെ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഇവിടെ എല്ലാം സെൽ ഡിവിഷൻ നടക്കുകയായിരിക്കും. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും നോർമോബ്ലാസ്റ്റിന്റെ ഒരു സ്റ്റെപ്പിൽ കഴിയുമ്പോഴത്തേക്കും ഇവിടെ റെറ്റിക്കുലോസൈറ്റ് എത്തുമ്പോഴത്തേക്കും സെൽ ഡിവിഷൻ ഇല്ല, ഇവിടെ വീണ്ടും ഇല്ല, നമുക്കറിയാം. സോ സെൽ ഡിവിഷൻ നിൽക്കും. സോ ഇവിടെ എല്ലാം മൈറ്റോസിസ് നടക്കുന്ന സ്റ്റെപ്പുകളായിരിക്കും, ഇവിടെ എത്തുമ്പോഴത്തേക്കും മൈറ്റോസിസും സ്റ്റോപ്പ് ചെയ്തു. സോ ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മൾ പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഈ സെല്ലിന്റെ ഇവിടെ കളർ മാറുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഈ കളർ മാറുന്നത് നമ്മൾ എങ്ങനെ അറിയും? നമ്മൾ ഈ സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസത്തിനുള്ള മാറ്റങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ബ്രില്യന്റ് ക്രിസൈൽ ബ്ലൂ എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കളർ മാറ്റങ്ങൾ പറയുക. ഓക്കെ, സോ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ നമുക്ക് പ്രീ എറിത്രോബ്ലാസ്റ്റിന്
വെച്ച് തുടങ്ങാം. പ്രീ എറിത്രോബ്ലാസ്റ്റ്, മൊത്തം എഴുതുന്നില്ല, പ്രീ ഇ എന്ന് ഞാൻ എഴുതുന്നുള്ളൂ. പ്രീ എറിത്രോബ്ലാസ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ വേറെ പേര് പറഞ്ഞ് വിളിക്കാം, പ്രോ നോർമോബ്ലാസ്റ്റ് എന്നും വിളിക്കും. ബിക്കോസ് അടുത്ത സ്റ്റെപ്പുകളെല്ലാം നോർമോബ്ലാസ്റ്റ് ആണ്. സോ ഇവിടെ സെൽ സൈസ് പ്രീ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജിൽ സെൽ സൈസ് എന്ന് പറയുന്നത് 20 മൈക്രോൺസ് ആണ്, അത്രയുണ്ട്. ആൻഡ് ദർ ഈസ് ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് അകത്തുണ്ട്, വലിയ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ അകത്ത് ഇപ്പോൾ സെൽ ഞാൻ വരയ്ക്കുകയാണ്, വലിയ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ആൻഡ് സെല്ലിനകത്ത് എന്തൊക്കെയുണ്ട്? DNA ഉണ്ട് അല്ലെ, ധാരാളം DNA അതിനകത്ത് കിടപ്പുണ്ട്. സോ DNA ഉണ്ടെങ്കിൽ RNA ഉണ്ടാകും, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്, ഫൈൻ റെറ്റിക്കുലർ ഫൈബേഴ്സ്, ഇതിനകത്ത് കുറെ ഫൈബേഴ്സുകൾ ധാരാളമുണ്ട്. ആൻഡ് സൈറ്റോപ്ലാസം ഈസ് ബേസോഫിലിക് ആണ്. ബേസോഫിലിക് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ നീല കളർ ആയിരിക്കും ബേസോഫിലിക്, ഞാൻ അതുകൊണ്ടാണ് നീല കളർ ഉപയോഗിച്ചത്. പക്ഷേ സ്കാൻഡിയാണ് ഈ സൈറ്റോപ്ലാസം, ഇത്രയൊന്നുമില്ല, കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കായിരുന്നു, പക്ഷേ ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. സോ ദിസ് ഈസ് സ്കാൻഡി, സൈറ്റോപ്ലാസം ഈസ് സ്കാൻഡി ആണ്. ന്യൂക്ലിയസ് ഇത് ബിഗ് ആണ്, ന്യൂക്ലിയസ് ഈസ് ബിഗ്, 20 മൈക്രോൺ സൈസ് ഉണ്ട് മൊത്തത്തിൽ. ആൻഡ് ന്യൂക്ലിയസ് ആണ് സെൽസിന്റെ അധിക ഭാഗവും. ആൻഡ് സെൽസ് ഇവിടെ ഡിവൈഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മൈറ്റോസിസ് ഈസ് ഹാപ്പനിങ് ഹിയർ ഇൻ ദിസ് സ്റ്റെപ്പ്. ഇനി അടുത്ത 3 ഫേസ് ഞാൻ പറഞ്ഞു നോർമോബ്ലാസ്റ്റ് സ്റ്റേജുകളാണ്. അതിനെ നമുക്ക് ഇനി 3 ആക്കി ഡിവൈഡ് ചെയ്യാം. നോർമോബ്ലാസ്റ്റ് സ്റ്റേജുകളെ നമ്മൾ 3 ആക്കുന്നത്, ഒന്ന് ഈസിയാണ് ഓർത്തിരിക്കാൻ, ഒന്ന് ഏർലി നോർമോബ്ലാസ്റ്റ് ആണ്. രണ്ടാമത്തത് ഏർലി കഴിഞ്ഞാൽ പിന്നെ ഇന്റർമീഡിയറ്റ് ആയിരിക്കും, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പിന്നെ ലേറ്റ് ആയിരിക്കും, ലേറ്റ് നോർമോബ്ലാസ്റ്റ്. സോ ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. സോ ഏർലി, ഇന്റർമീഡിയറ്റ് ആൻഡ് ലേറ്റ് നോർമോബ്ലാസ്റ്റ് എന്നാണ് ഈ ഫേസിന്റെ പേര്. സോ നോർമോബ്ലാസ്റ്റ് ഫേസ് ഈസ് ഡിവൈഡഡ് ഇൻടു ഏർലി, ഇന്റർമീഡിയറ്റ് ആൻഡ് ലേറ്റ്. സോ ഫസ്റ്റ് ഫേസ് ഈസ് ഏർലി നോർമോബ്ലാസ്റ്റ് ആണ്. ഏർലിക്കകത്ത് അപ്പോൾ ഇതേ സൈസ്, ഇത് ഞാൻ പറഞ്ഞു 20 ആണെങ്കിൽ അപ്പോൾ സൈസ് കുറഞ്ഞു. അപ്പോൾ എത്ര ആകണം? ഒരു 15 to 17 മൈക്രോൺസ് ആക്കാം. ഞാൻ വരയ്ക്കുമ്പോൾ സൈസ് അത്രയും ചെറുതായില്ല, ചിലപ്പോൾ വലുതായി എന്നൊക്കെ വരും, എങ്കിലും 15 to 17 ആയിട്ട് കൂട്ടാം. ആൻഡ് ന്യൂക്ലിയസ് കുറച്ചും കൂടി ചെറുതായിട്ട് കൂട്ടാം. ന്യൂക്ലിയസ് ഈസ് ഓൾസോ നൗ സ്മോൾ, ബിക്കമിങ് സ്മോൾ. ന്യൂക്ലിയോലൈ എന്ന് പറയുന്ന സംഭവം ഇല്ലാതെയായിട്ടുണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസം ഇപ്പോഴും ബേസോഫിലിക് ആണ്. സൈറ്റോപ്ലാസം ഈസ് ബേസോഫിലിക് ആണ്. സോ കഴിഞ്ഞ സ്റ്റേജിലും ഈ സ്റ്റേജിലും സൈറ്റോപ്ലാസം ബ്ലൂ സ്റ്റേജിൽ തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ബേസോഫിലിക് എന്ന് പറയും. സോ പ്രീ എർത്തോബ്ലാസ്റ്റ് സ്റ്റേജിലും ഈ സ്റ്റേജിലും ബേസോഫിലിക് ആണ്. മാത്രമല്ല ഈ സ്റ്റേജിലും മൈറ്റോസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് കൂടിയാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം. ഏർലി കഴിഞ്ഞു, ഇനി ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി ചെറുതായിട്ട് വരയ്ക്കണം. ചെറുതാവുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, ചെറുതായിട്ടുണ്ട്. സെൽ സൈസ് കുറഞ്ഞു. സെൽ സൈസ് ഈസ് നൗ 10 to 14 ആയി. 15 to 17 എന്നുള്ളടത്ത് നിന്ന് 10 to 14 മൈക്രോൺസ് ആയി. ന്യൂക്ലിയസ് ഇപ്പോൾ വളരെ ചെറുതായിട്ടുണ്ട്, വളരെ ചെറുതായി. ഓക്കെ, ന്യൂക്ലിയസ് ചെറുതാവുന്നതിന് നമ്മൾ കണ്ടൻസേഷൻ എന്നാണ് പറയുക, കണ്ടൻസേഷൻ. സോ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഒക്കെ കണ്ടൻസേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ന്യൂക്ലിയസ് ചെറുതാവുക. സൈറ്റോപ്ലാസം ഇപ്പോൾ കൂടുതൽ വലുതായി. മാത്രമല്ല ബേസോഫിലിക് എന്നുള്ള അവസ്ഥ മാറി. ഇപ്പോൾ സൈറ്റോപ്ലാസം ഈസ് നോട്ട്, ഞാൻ നീല കളർ വരയ്ക്കുകയാണ്, പക്ഷെ അതിനൊപ്പം ഞാൻ റെഡ് കളറും കൂടി വരയ്ക്കുകയാണ്. സോ സൈറ്റോപ്ലാസം ഈസ് നോട്ട് നൗ കംപ്ലീറ്റ്ലി ബേസോഫിലിക്. സോ ആസിഡോഫിലിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ രണ്ടും ഉണ്ട്, ഇപ്പൊ ആസിഡോഫിലിക് ഉണ്ട്, റെഡ് കളറും ഉണ്ട്, ബേസോഫിലിക് ബ്ലൂ കളറാണ്, റെഡും ബ്ലൂ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ വിളിക്കുക പോളിക്രോമാറ്റിക് എന്നാണ് വിളിക്കുക, പോളിക്രോമാറ്റിക് എന്ന് പറയാം. സോ സൈറ്റോപ്ലാസം ഈസ് നൗ പോളിക്രോമാറ്റിക്. സോ അതുകൊണ്ട് ഇതിനെ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതിന്റെ കളർ പെയിൽ പിങ്ക് ആകും. സോ പെയിൽ പിങ്ക്. ഓക്കെ, മൈറ്റോസിസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ കളർ മാറാൻ കാരണം അല്ലെങ്കിൽ ആസിഡോഫിലിക് ആവാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിക്കോസ് ഓഫ് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചത് കൊണ്ടാണ് ഈ സ്റ്റേജിൽ റെഡ് കളറുകൾ ഓർ ആസിഡോഫിലിക് വന്നുണ്ട്. അടുത്ത സ്റ്റേജ് ഈസ് ലേറ്റ് ആണ്. ലേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ട് വരയ്ക്കണം. സോ ദിസ് ഈസ് ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആയി. ലേറ്റ്, ഇത് നോർമോബ്ലാസ്റ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക, ലേറ്റ് നോർമോബ്ലാസ്റ്റ്. സോ ഇവിടെ സെൽസിന്റെ സൈസ് ഈസ് നൗ 8 to 10 മൈക്രോൺസിലേക്ക്. ഇപ്പോൾ ന്യൂക്ലിയസ് ഇവിടെ ഉള്ളത്, ന്യൂക്ലിയസിന് പേന മാറ്റുന്നില്ല, കളർ ഏകദേശം ബ്ലൂവിൽ വരയ്ക്കണമായിരുന്നു, പക്ഷെ ഒരു പെയിൽ സ്പോട്ട് ലൈക്ക്, ഓക്കെ, ഇങ്ക് സ്പോട്ട് ലൈക്ക് ആയി, വളരെ ചെറുതായി, വളരെ കുഞ്ഞായി. ഇനി ഈ സ്റ്റേജ് കഴിയുമ്പോൾ, ഇപ്പോഴല്ല, ഈ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ ന്യൂക്ലിയസ് ഇവിടെ എത്തിയിട്ട് ഇത് സെൽ മെംബ്രെയിൻ പൊട്ടിയിട്ട് ന്യൂക്ലിയസ് പുറത്തേക്ക് പോകും. സോ ന്യൂക്ലിയസ് പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ പറയാ, ന്യൂക്ലിയസിനെ പുറത്തേക്ക് വിടുന്നതിനെ പിക്നോസിസ് എന്നാണ് പറയുക. സോ ഈ സ്റ്റേജിന്റെ അവസാനമാണ് പിക്നോസിസ് എന്ന് പറയുന്ന സംഭവം നടക്കുക. ആൻഡ് സൈറ്റോപ്ലാസം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ബിക്കോസ് ന്യൂക്ലിയസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസ് ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. സോ സൈറ്റോപ്ലാസം ഈസ് നൗ ഇൻക്രീസ്ഡ് ആൻഡ് സൈറ്റോപ്ലാസം ഈസ് നൗ ബിക്കം റെഡ് ഇൻ കളർ. ആസിഡോഫിലിക് ആയിക്കൊണ്ടിരിക്കുകയല്ല, മിക്കവാറും ദിസ് ഈസ് നൗ, ഞാൻ വരയ്ക്കുന്ന മൊത്തം റെഡ് ആണ്, ബ്ലൂ കളർ ഒട്ടും വരച്ചിട്ടില്ല. സോ ഇതിന്റെ കളറും പിങ്ക് മാറി ഇപ്പോൾ റെഡ് കളറായി. സോ ഈ സ്റ്റേജിനെ അപ്പം നമ്മൾ വിളിക്കുക, ഇത് പോളിക്രോമാറ്റിക് ആണെങ്കിൽ ഇത് ഓർത്തോക്രോമാറ്റിക്. ക്രോമ മീൻസ് കളർ ആണെന്ന് പറഞ്ഞു. ഓർത്തോക്രോമാറ്റിക്
നോർമോബ്ലാസ്റ്റ് എന്നും വിളിക്കും. നോർമോബ്ലാസ്റ്റ് ബിക്കോസ് ദ സൈറ്റോപ്ലാസം ഈസ് നൗ റെഡ് ഇൻ കളർ ഓർ ആസിഡോഫിലിക് ആയി. സോ ഈ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും മൈറ്റോസിസ് ഇവിടെ എത്തുമ്പോൾ ഈ സ്റ്റേജിന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും മൈറ്റോസിസ് ഈസ് നൗ സ്റ്റോപ്ഡ്. മൈറ്റോസിസ് നിൽക്കുന്നു. ഇനി സെൽസിന് ഡിവൈഡ് ചെയ്യാനായിട്ട് അനുവാദമില്ല. സോ ഓൺലി അപ് ടു ദിസ് സ്റ്റേജ് മൈറ്റോസിസ് നടക്കുന്ന ഇവിടം വരെയാണ്. ഇതിനുശേഷം മൈറ്റോസിസ് നടക്കില്ല. സോ പ്രീ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, ദെൻ നോർമോബ്ലാസ്റ്റിലെ 3 സ്റ്റേജ് കഴിഞ്ഞു. ഏർലി കഴിഞ്ഞു, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, ലേറ്റ്. സോ ഇനി ആവേണ്ടത് റെറ്റിക്കുലോസൈറ്റ്സ് ആയിട്ടാണ് മാറുക. റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ദ ഡിവിഷൻ ഇല്ലാതായി എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല ഇത് ബോൺ മാരോയില് ഇത്രയും നടക്കുന്ന എല്ലാം ബോൺ മാരോയിലായിരുന്നു. ബോൺ മാരോയിലിന് തുടരാൻ അനുവാദമില്ല. ഔട്ട്. സോ നൗ ബോൺ മാരോയിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് പോവുകയാണ്. ബോൺ മാരോയുടെ അകത്ത് വീനസ് സൈനസ് ഒക്കെ ഉണ്ട്, അതിലൂടെ ബ്ലഡിനകത്തേക്ക് കയറുന്ന സ്റ്റേജ്. സോ ബ്ലഡിലെത്തുന്ന ഇമ്മച്വർ എറിത്രോസൈറ്റ്സ് ആണ് അപ്പോൾ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയാം. സോ റെറ്റിക്കുലോസൈറ്റ്സ് ആർ നത്തിങ് ബട്ട് ഇമ്മച്വർ ആണ്. ഇമ്മച്വർ എറിത്രോസൈറ്റ്സ് ആണ് റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് നമ്മൾ പറയാം. സോ സൈസ് ഈസ് നൗ 8-10 എന്നുള്ളത് 7.5 to 8 മൈക്രോൺസ് ആയി കുറഞ്ഞിട്ടുണ്ട്. സോ 7 to 7.5 ആണ് നമ്മുടെ RBCയുടെ സാധാരണ നമ്മൾ പറയാം. സോ ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയസ് ഇവിടെ ഔട്ടായി കഴിഞ്ഞു, ന്യൂക്ലിയസിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞു, ന്യൂക്ലിയസ് പുറത്തായി. അതുകൊണ്ട് തന്നെ ഇനി സെൽസിന് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. സോ ഇതിനെ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാം വരയ്ക്കുകയാണെങ്കിൽ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം റെറ്റ് എന്ന് വെച്ചാൽ നെറ്റ് എന്നാണ് അർത്ഥം. ഇതൊരു ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് RNA, അതിനകത്ത് കിടന്ന RNAയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നെറ്റ് പോലെ ഡീഗ്രേഡ് ചെയ്ത് ഇതിനകത്ത് കാണാനായിട്ട് പല ഫൈബേഴ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് റെറ്റിക്കുലാർ ലൈക്ക് ഫൈബേഴ്സ് ഉള്ളത് മൂലമാണ് ഇതിനെ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുക. സോ ധാരാളമായിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ട് നമുക്കറിയാം. സോ റെഡ് കളറാണ്, അതിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഫുൾ ഹീമോഗ്ലോബിൻ ധാരാളമായിട്ടുണ്ട്. സോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്ത് സെല്ലിനകത്തുണ്ട്. ആൻഡ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ ടു ബൈകോൺകേവ്. നമ്മൾ പറഞ്ഞു മറ്റേത് ഫുള്ളി മെച്യൂർ RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈകോൺകേവ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു. സോ ഇത് ഓൾമോസ്റ്റ് ബൈകോൺകേവ് ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് വന്നു ബൈകോൺകേവ് ആകും. ഓക്കെ. ആൻഡ് ബ്ലഡിലെ റെറ്റിക്കുലോസൈറ്റ്സിന്റെ എമൗണ്ട് എന്ന് വെച്ചാൽ 1 to 2% ഓഫ് അവർ ടോട്ടൽ ബ്ലഡിലുള്ള RBC മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇത് RBC ആണല്ലോ. 1 to 2% എന്ന് പറയുന്നത് റെറ്റിക്കുലോസൈറ്റ്സ് ആണ്. ഇതുവരെ റെറ്റിക്കുലോസൈറ്റ്സ് വരെ ഉണ്ടാവാനായിട്ട് എടുത്ത സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 മുതൽ 7 ദിവസം വരെയാണ്. മൊത്തം വേണ്ടത് 7 to 9 ദിവസം, ചിലപ്പോൾ 7 ദിവസം എന്ന് കാണാം. എന്നാലും 7 to 9 ദിവസം വരെയൊക്കെ പിടിക്കാം. ആൻഡ് ഇവിടെ നിന്ന് റെറ്റിക്കുലോസൈറ്റ്സ് ബിക്കം ഫുള്ളി, ഞാൻ വരയ്ക്കുക RBC നമ്മൾ ഇങ്ങനെയാണ് വരച്ചു തുടങ്ങിയത്. ഓക്കെ. ബൈകോൺകേവ് ഇങ്ങനെ വരയ്ക്കണം. ഇത് ഫുള്ളി ഒരു RBC മെച്യൂർ RBC ആകാൻ ഒരു 2 ദിവസം കൂടി പിടിക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഫുള്ളി മെച്യൂർ RBC ആയിട്ട് മാറും. സോ 2 more days. സോ 5 to 7 days plus 2 days എന്ന് പറയുമ്പോൾ 9 days, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാം. സോ ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്നതാണ് എന്ത് മെച്യൂർ RBC ആയി. RBC എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എറിത്രോപോയിസ് എന്താണെന്ന് കൊണ്ട് എറിത്രോപോയിസിസ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് RBC ഫ്രം എവിടെ നിന്നായിരുന്നു, ഒരു പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ്, അതിൽ നിന്ന് പല ഫേസസിലൂടെ കടന്നുപോയി മെച്യൂർ RBC ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എറിത്രോപോയിസിസ് എന്ന് പറയും. സോ ഇതിനൊരു 7 to 9 ദിവസം എടുക്കുമെന്നും നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഇത് എവിടെ വെച്ചാണ് നടക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യം ഫീറ്റൽ സ്റ്റേജിൽ പറയണം. നമ്മൾ ഫീറ്റസ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ നടക്കുന്നത് യോക് സാക്കിൽ വെച്ചിട്ടാണ് ഇത് ആദ്യം ആരംഭിക്കുക. RBC ആദ്യം ഉണ്ടാവുക. പിന്നീട് ലിവറിൽ വെച്ചിട്ട് സംഭവിക്കാം, സ്പ്ലീനിൽ വെച്ചിട്ട് സംഭവിക്കും, ദെൻ പിന്നെ ബോൺ മാരോയിൽ വെച്ചിട്ടും സംഭവിക്കും. ദെൻ നമ്മൾ കുട്ടിയായി, കുട്ടികളിൽ ബോൺ മാരോയിൽ വെച്ചിട്ടാണ്, ബോൺ മാരോ ഓഫ് ഓൾ ബോൺസ്, എല്ലാ ബോണുകളിലും വെച്ചിട്ട് ഇത് സംഭവിക്കും. പക്ഷെ കുറച്ചും കൂടി വലുതായി, അഡൽട്ടായി, മുതിർന്നവരാകുമ്പോഴത്തേക്കും എല്ലാ ബോൺ മാരോയിലും വെച്ച് നടക്കില്ല. ബോൺ മാരോ ഓഫ് പെർട്ടിക്കുലർ സെൽസ് മാത്രമായിരിക്കും നടക്കുക. ഉദാഹരണം നമ്മുടെ തല, ഇത് നമ്മുടെ ശരീരം, നമ്മുടെ കൈകാലുകൾ ആണെങ്കിൽ സോ സ്റ്റേർണം ഇവിടെ വെച്ച് നടക്കാം. ഓക്കെ. ദെൻ റിബ്സിൽ വെച്ച് നടക്കാം. ദെൻ പുറകിലുള്ള വേർട്ടിബ്രൽ കോളം, പുറകിലാണ് മനസ്സിലാക്കുക, വേർട്ടിബ്രൽ കോളം ഇവിടെ 3 സ്ഥലത്തും വെച്ച് നടക്കാം. ദെൻ സ്കള്ളിൽ വെച്ച് നടക്കാം. ദെൻ ഇവിടെ പെക്ടോറൽ ഗീഡിൽ വെച്ച് നടക്കാം, പെൽവിസിൽ വെച്ച് നടക്കാം. പിന്നെ നടക്കാവുന്നത് ഹ്യൂമറസ്, നമ്മുടെ കൈയുടെ ഇവിടെയുള്ള ബോണാണ് ഹ്യൂമറസ്, ഇവിടെയുള്ള ബോണാണ് ഫീമറസ്. അതിന്റെ ഹെഡിൽ, ഇതിന്റെ രണ്ടിന്റെയും ഹെഡിൽ വെച്ച് നടക്കാം. സോ സ്റ്റേർണം, റിബ്, വെർട്ടിബ്രേ, സ്കൾ, പെക്ടോറൽ ഗീഡിൽ, പെൽവിസ്, ഹ്യൂമറസ് ആൻഡ് ഫീമർ അതിന്റെ എൻഡിൽ അല്ലെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത്, അപ്പർ എൻഡിൽ. സോ ഇത്രയും ഭാഗങ്ങളിൽ വെച്ചിട്ട് അവിടെ ഉള്ള ബോൺ മാരോയിൽ വെച്ചാണ് അഡൽട്ടിൽ നടക്കുക. ഇനി നമ്മൾ പറയേണ്ട റെഗുലേഷൻ ആണ്. വാട്ട് റെഗുലേറ്റ്സ് ദിസ് എറിത്രോപോയിസിസ്? 1 റെഗുലേഷൻ. ആദ്യത്തെ ഹോർമോൺ ഈസ് എറിത്രോപോയിറ്റിൻ ആണ്. നമ്മൾ EPO എന്നാണ് എഴുതുക. എറിത്രോപോയിറ്റിൻ ഉണ്ടാകുന്നത് 90% കിഡ്നിയിൽ വെച്ചിട്ടാണ്, 10% ലിവറിൽ വെച്ചിട്ടും. സോ കിഡ്നി
കിഡ്നി ഈസ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ എറിത്രോപോയിസിസ്. സോ ഇതാണ് പ്രൈമറി സ്റ്റിമുലൻ. നമ്മൾ ആദ്യമേ പറഞ്ഞ ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് RBC ആകാനായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് എറിത്രോപോയിറ്റിൻ. അവിടെ വെച്ച് എറിത്രോപോയിറ്റിൻ കൂടുതലായിട്ട് വരുമ്പോൾ ആ സ്റ്റെപ്പ് കൂടുതലായിട്ട്, സോ ബിക്കോസ് ഇറ്റ് ഈസ് റിലീസ് മോർ ഫ്രം കിഡ്നി, അതുകൊണ്ടാണ് കിഡ്നി ഡിസീസസ് ഉള്ള ആൾക്കാരിലൊക്കെ അനീമിയ ഉണ്ടാകും. PSRD, എൻ സ്റ്റേജ് റീനൽ ഫെയിലിയർ ഒക്കെ വന്നിട്ട് ഡയാലിസിസ് നടത്തുന്ന ആൾക്കാരിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ EPO, എറിത്രോപോയിറ്റിൻ ആൽഫ, എറിത്രോപോയിറ്റിൻ ബീറ്റ, ഇങ്ങനെയൊക്കെയുള്ള ഇഞ്ചെക്ഷൻസ് ആഴ്ചയിൽ 3 ദിവസമോ 2 ദിവസമൊക്കെ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് ബിക്കോസ് ദേ ലാക്ക് എറിത്രോപോയിറ്റിൻ ഇല്ലെങ്കിൽ അവർക്ക് അനീമിയ ഉണ്ടാകും. അതുകൊണ്ടാണ്. സോ ദിസ് ഈസ് സം ക്ലിനിക്കൽ കോറിലേഷൻ. രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് ആൻഡ്രോജൻ ആണ്. ആൻഡ്രോജൻ നമുക്കറിയാം ടെസ്റ്റോസ്റ്റിറോൺ ആണ്. മെയിലിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് RBC പുരുഷന്മാരിൽ. മൂന്നാമത്തത് ഈസ്ട്രോജൻ ആണ്. സ്ത്രീകളിൽ കുറവാണെന്ന് നമുക്കറിയാം. ഈസ്ട്രോജൻ ഡിക്രീസസ് RBC പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന പണിയാണ് ഈസ്ട്രോജൻ. അതുകൊണ്ടാണ് സ്ത്രീകളിൽ RBC കുറച്ച് കുറവുള്ളത്. ദെൻ നാലാമത്തത് തൈറോയിഡ് ഹോർമോൺസ് നമുക്കറിയാം. ദെൻ ഗ്രോത്ത് ഹോർമോൺ. സോ ദീസ് ടു ഇൻക്രീസസ് RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഹോർമോൺസുകളാണ് തൈറോയിഡ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ തുടങ്ങിയവ. ഇനി ഡയറ്ററി ഫാക്ടേഴ്സ് നമുക്ക് പറയണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്ററി ഫാക്ടേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡയറ്ററി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അതേതായിരിക്കും? അയേൺ ആണ്, ഇരുമ്പ് ആണ്. അയേൺ ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ പിന്നെ RBC ഇല്ല. അപ്പോൾ അയേൺ ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ സൈസ് അല്ലെങ്കിൽ RBCയുടെ സൈസ് വളരെ ചെറുതായിരിക്കും. സോ അയേൺ കുറഞ്ഞ അപ്പോൾ അനീമിയ ഉണ്ടാകും. അനീമിയ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ കളർ കുറവായിരിക്കും, റെഡ് കളർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഹൈപ്പോക്രോമിക് എന്ന് വിളിക്കാം. സൈസ് ചെറുതാണ്. സൈസ് ചെറുതാകുമ്പോൾ മൈക്രോസൈറ്റിക് എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ടാകുന്നത് അയേൺ കുറയുമ്പോഴാണ്. രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് ഫോളിക് ആസിഡും വൈറ്റമിൻ B12 വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ്. സോ ഇത് രണ്ടും വേണ്ടത് പ്രൊഡക്ഷൻ സമയത്ത് മെച്യൂറേഷന് വേണ്ടിയിട്ടാണ്. മെച്യൂറേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു വലിയ സെല്ലുകളാണ് ചെറുതായിട്ട് വരിക. സോ ഇത് കിട്ടിയില്ലെങ്കിൽ മെച്യൂറേഷൻ നടക്കില്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന സെല്ലുകൾ വലിയ സെല്ലായിട്ട് നിൽക്കും. വലിയ സെല്ലാകുമ്പോൾ അതിന്റെ പേര് ഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ മെഗാലോ എന്ന് വെച്ചാൽ വലുതാണല്ലോ, മെഗാലോ ബ്ലാസ്റ്റ്, ഡിവൈഡ് ചെയ്യാൻ ശേഷിയുള്ളതാണ്, ബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് വിളിക്കുക. മറ്റേതാണെങ്കിൽ മാക്രോസൈറ്റിക്, മാക്രോ മീൻസ് ബിഗ്, വലിയ സൈസ് ഉള്ള സെൽ ഉണ്ടാകും. B12 കുറവാണെങ്കിൽ മാക്രോസൈറ്റിക് അനീമിയ എന്ന് നമ്മൾ പറയും. പിന്നെ ഒരു ഫാക്ടർ കൂടി ഇവിടെ പറയാം, അതിന്റെ പേര് ഇൻട്രിൻസിക് ഫാക്ടർ എന്നാണ്. ഇൻട്രിൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റിൽ എന്നാണ് ഫുൾ പേര്. നമ്മൾ ജസ്റ്റ് ഇൻട്രിൻസിക് ഫാക്ടർ. ഇത് ഉണ്ടാകുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ്. സ്റ്റൊമക്കിലെ ഓക്സിൻറ്റിക് സെൽസ് എന്ന് പറയുന്ന സെൽസ് ആണ് ഇത് ഉണ്ടാക്കുക. പക്ഷെ അത് വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ടെർമിനൽ ഇലിയത്തിൽ വെച്ച്, ഇലിയത്തിന്റെ അവസാന ഭാഗം. അത് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇതില്ലെങ്കിൽ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ഇല്ലെങ്കിൽ മാക്രോസൈറ്റിക് അനീമിയ ഉണ്ടാകാം. സോ അതും RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇൻട്രിൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റിൽ എന്ന് പറയാം. ദെൻ പിന്നെ വരാനുള്ളത് വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ C ചെയ്യുന്നത് അയേണിന്റെ അബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. സോ അയേണിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തരം അനീമിയ ഉണ്ടാകും. സോ വൈറ്റമിൻ C കൂടുതലുണ്ടെങ്കിൽ അയേൺ അബ്സോർപ്ഷൻ കൂടും, വൈറ്റമിൻ C കുറഞ്ഞു കഴിഞ്ഞാൽ അയേൺ അബ്സോർപ്ഷൻ കുറയും. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഹൈപ്പോക്സിയ ആണ്. ഹൈപ്പോക്സിയ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റിമുലന്റ് ഫോർ RBC പ്രൊഡക്ഷൻ. RBC കൂടുതലായിട്ടുണ്ടാകും ഹൈപ്പോക്സിയ ഉള്ള ആൾക്കാരിലല്ല, ഹൈപ്പോക്സിയ ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ നമുക്കറിയാം ഹീമോഗ്ലോബിൻ കൂടുതലാണ്. അവരുടെ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിൻ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഓക്സിജൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഹീമോഗ്ലോബിൻ എങ്കിലും കൂടുതൽ കൊടുക്കണം. സോ അവിടെ പ്രൊഡക്ഷൻ ഓഫ് RBC വിൽ ബി ഇൻക്രീസ് ബിക്കോസ് ഹൈപ്പോക്സിയ ക്യാൻ സ്റ്റിമുലേറ്റ് ദ RBC പ്രൊഡക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എറിത്രോപോയിസിസിനെ പറ്റിയും എറിത്രോപോയിസിസിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേഷനെ പറ്റിയും ആൻഡ് സൈറ്റ്സ് വേർ എറിത്രോപോയിസിസ് ഹാപ്പൻ പറ്റിയും പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.